അപ്പോൾ ഞാനൊക്കെ ബിസിനസ്സിലേക്ക് വന്നത് 90-ലാണ് ഞങ്ങൾ മാർബിൾ ഫീൽഡിലേക്കാണ് വരുന്നത്. മാർബിളായിരുന്നു അന്നത്തെ മെയിൻ ഒരു ഫീൽഡ്. കാലഘട്ടത്തിനനുസരിച്ച് ബിസിനസ് ഓരോ സ്റ്റെപ്പിൽ വെച്ച് മാറും. മാർബിള് നമ്മുടെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളക്കാർക്ക് മാർബിളിനോട് മാറി ഗ്രാനൈറ്റിലേക്കായി, ഗ്രാനൈറ്റ് മാറി ടൈലിലേക്കായി. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ ബിസിനസ്സും ഹാർഡ് വർക്ക് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അപ്ഡേഷൻസ് എപ്പോഴും മാറ്റണം. എപ്പോഴും ഒരു നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങിയാലും അതിൽ ചേഞ്ച് എപ്പോഴും കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. ചേഞ്ച് നമ്മൾ പുതിയ കൺസെപ്റ്റുകൾ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് കസ്റ്റമർ നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ. നമ്മളൊരു ബിസിനസ്സിന് അതേമാതിരി തന്നെ പോകരുത്. ഹാർഡ് വർക്കും വേണം, അപ്ഡേഷനാണ് അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഓരോ ദിവസവും ഓരോ റിസ്ക് വരുന്നുണ്ട്. ഒരു ദിവസമായിട്ടല്ല, ഡെയിലി നമുക്ക് റിസ്ക്കുകൾ ഉണ്ടാവുന്നുണ്ട്. ആ റിസ്ക്കുകൾ നമ്മൾ തരണം ചെയ്തപ്പോഴും സാമ്പത്തികമായിട്ട് റിസ്ക് വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ സാർ പറഞ്ഞാൽ ഇൻകം ടാക്സ് പ്രശ്നമുണ്ട്, നമുക്കുണ്ടായിട്ടുണ്ട്. ഇൻകം ടാക്സും GST പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ റിസ്ക് ഒഴിഞ്ഞിട്ട് നിങ്ങൾ ആരും ഈ ബിസിനസ് ചെയ്യണ്ട. റിസ്ക് ഇതിലുണ്ടായിരിക്കും, അത് നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. ലാഭം മാത്രമല്ലല്ലോ, റിസ്ക് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ലാഭം ഉണ്ടാവണേ? അല്ലെങ്കിൽ എല്ലാവർക്കും ബിസിനസ് ചെയ്യാമല്ലോ. അപ്പോൾ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും റിസ്ക് നമ്മൾ ഏറ്റെടുക്കുക. അങ്ങനെ പതർന്ന വിഷയങ്ങളൊക്കെ വരും. കണ്ടമാനം യൂണിയൻകാർ വന്ന് പ്രശ്നം ഉണ്ടാക്കി പൂട്ടിയിട്ടിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ അതിനുള്ള പിന്നെ ഏത് റിസ്കിനും ഒരു വഴിയുണ്ടാവും. ആ കെട്ടഴിക്കണം. ചിലപ്പോൾ ഇത്തിരി സമയം എടുക്കും കെട്ടഴിച്ചെടുക്കേണ്ടവർ. അത് ക്ഷമയോടെ നമ്മൾ ചെയ്താൽ ഏതിനും നമുക്ക് റിസൾട്ട് കണ്ടെത്താം.